ഈ ഹിന്ദു മഹാസഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ശശികല ടീച്ചർ ഒരു പ്രസ്താവന നടത്തി. ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉള്ളവരാണ് എന്നുള്ള രീതിയിൽ, അതായത് മുതിർന്ന നേതാക്കന്മാർ, സ്ഥാപക നേതാക്കന്മാർ ഉൾപ്പെടെ. അത് ഈ ശശികല ടീച്ചർക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ബുദ്ധിയില്ല, ഇപ്പോൾ അവരുടെ ബോധവും കൂടെ പോയിരിക്കുക. നമ്മുടെ ഇതിലുള്ള ആളാണ്, പക്ഷേ എന്താ പറയുക, അല്പം വർഗീയത ടീച്ചർക്ക് ഇച്ചിരി കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ നായർ വർഗീയത ഇച്ചിരി മൂത്ത അവരെ ഞാൻ ചിലപ്പോൾ പറയുന്ന കാര്യമാണ് ഈ വിഷകല എന്ന് പറയും. കാരണം ഇത്രയും വിഷം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും RSSൻ്റെ ചിന്തകൾക്ക് അത് വിപരീതമാണ്. യഥാർത്ഥത്തിൽ RSS ഇങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് RSSൻ്റെ അകത്ത് കയറിയിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലകത്ത് കയറിയിരുന്നുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവർ കാരണമാണ് യഥാർത്ഥത്തിൽ വേടൻ പോലും ഇത്രയും ഹിറ്റായത്. ആ ഒരു കുഞ്ഞു പയ്യനെ, അവനെ ഇന്ന് മറ്റ് ചില ശക്തികൾ കൺട്രോൾ ചെയ്യുന്ന പരുവത്തിലേക്ക് ആക്കി വെച്ചു. ആ കുഞ്ഞിനെ ഒരു സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവൻ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഞ്ചാവ് പലരും യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അവനെ അതിൽ നിന്ന് മാറ്റി അവനെ കൊണ്ടുവന്ന് അവൻ ആ താഴെക്കടയിലുള്ളൊരു പയ്യനാണ് അവൻ എന്ന് കരുതി ഇതാക്കാതെ, അവൻ നമ്മുടെ സഹോദരനാണ്. എന്താണ് ഈ ജാതി വെറി ഇല്ലാതെ അവനെ നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിന് പകരം അവനെ ട്രിഗർ ചെയ്ത് അവനെതിരെ പ്രശ്നങ്ങളുണ്ടാക്കി. ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരോട് എന്നൊക്കെ 4 തെറി വിളിച്ചു കഴിഞ്ഞാൽ കുറേ ഹിന്ദു അജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ, അതായത് എല്ലാവർക്കും സനാതനധർമ്മം എന്താണെന്ന് അറിയില്ല, ഈ അജ്ഞതയാകുന്ന തിമിരം ബാധിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നാഥുറാം ഗോഡ്സായി, അതുപോലെ തന്നെ സവർക്കർജി, ഇവർ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇവർ പറയുമ്പോൾ RSSുമായിട്ട് ബന്ധമില്ല. ഞാൻ ആ പോസ്റ്റ് കണ്ടായിരുന്നു. RSSുമായിട്ട് ബന്ധമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന ശശികല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിണറായി വിജയൻ. പിണറായിയും നരേന്ദ്രമോദിയും തമ്മിൽ വളരെ ബന്ധമാണ്. അതുപോലെ തന്നെ ഗഡ്കരിയും പിണറായിയും തമ്മിൽ ബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ നരേന്ദ്രമോദിജീനെയും ഗഡ്കരിജീനെയും കമ്മ്യൂണിസ്റ്റായിട്ട് പറയുമോ? അപ്പോൾ ഇത് ചുമ്മാ അങ്ങോട്ട് അടിച്ചങ്ങ് ഇറക്കുകയാണ് ഓരോന്ന്, എന്നിട്ട് ഇതങ്ങ് സമൂഹം വിശ്വസിച്ചോളാം.